നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്ത നഷ്ടമാണ്, മറക്കാൻ കഴിയാത്ത പ്രയാസമാണത്. അത് ഇതുപോലെയുള്ള ഒരു റബീഉൽ അവ്വൽ 12-നായിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു, ളുഹാ സമയത്തായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ ഏറ്റവും ആഹ്ലാദവും ആഘോഷവും ഉള്ള ഒരു ദിവസമുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് മദീനയിൽ എത്തിയ ആ ദിവസത്തിലായിരുന്നു സന്തോഷവും ആഹ്ലാദവും മദീനയിൽ നിറഞ്ഞു നിന്നത് എന്ന് സ്വഹാബത്ത് പറയുമ്പോഴേ, അതേ സ്വഹാബികൾ തന്നെയാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ ദിനം, വഫാത്തിൻ്റെ ദിവസം ദുഃഖം തളം കെട്ടിയ ഒരു ദിനമായിരുന്നു അത്. ചെറിയ സ്വഹാബികൾ മുതൽ മുതിർന്ന സ്വഹാബികൾ വരെ വിങ്ങിപ്പൊട്ടിയ ഒരു ദിവസമായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിൻ്റെ സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. ഹിജ്റയുടെ 10-ാമത്തെ വർഷം ഹജ്ജത്തുൽ വദാഇന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000-ഓളം വരുന്ന സ്വഹാബികളെ കൂട്ടിക്കൊണ്ട് മക്കയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ് ഹജ്ജത്തുൽ വിദാ. അറഫ ദിവസം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു ആയത്താണത്. അതിൻ്റെ ശേഷം നിയമവിധികൾ ഇറങ്ങിയിട്ടില്ല. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നുള്ള ആയത്തല്ലാതെ അതിൽ നിയമവിധികളില്ല. നിയമവിധികൾ ഈ ആയത്തിൻ്റെ ശേഷം ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് നിങ്ങൾക്കിതാ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ആശയം പലർക്കും മനസ്സിലായില്ല, സ്വഹാബികളിൽ പലർക്കും മനസ്സിലായില്ല. എന്ന കൂട്ടത്തിൽ ഇത് മനസ്സിലാക്കിയ ഒരു മഹാവ്യക്തിത്വം ഉണ്ടായിരുന്നു. അത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ വിങ്ങിപ്പൊട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിൻ്റെ ധ്വനിയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിലുള്ള പ്രയാസം.